ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ ആഗ്രഹിച്ച ആ ദിവസം ഇന്നാണ് ഗൈസ്. അപ്പോൾ കുറേ ആയി നമ്മളെല്ലാവരും കൂടി സ്റ്റേ അടിച്ചിട്ട് അപ്പോൾ ഇന്നത്തെ ദിവസം അതൊന്ന് ഫുൾഫിൽ ചെയ്യാമെന്നുള്ള പ്ലാനിങ്ങിൽ വർക്കൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതും തീർത്ത് ഞാൻ ഏട്ടനെ കൊണ്ടുപോയിട്ട് ബസ് സ്റ്റോപ്പിലോട്ട് വിടാൻ പറഞ്ഞു. ഇപ്പോൾ രഞ്ജു വരുന്നുണ്ട്, ഞാൻ ആദ്യത്തെ വീട്ടിലാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ സുജിക്ക് കുറച്ച് ആവശ്യങ്ങളുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അപ്പോൾ ആ സാധനങ്ങൾ വാങ്ങാനായിട്ട് അവൻ സ്റ്റോപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ബസ് വരുന്നവരെ സംസാരിച്ചിരുന്നു. അതിന് ശേഷം ബസ് വന്നപ്പോൾ അവൻ്റെ പട്ടിന് പോയി. ഞാൻ രഞ്ജുവിൻ്റെ കൂടെ വന്ന് ജോയിൻ ആയി ഗൈസ്. നൈറ്റ് റൈഡ് പാട്ട് എന്ന് പറയുന്ന പോലെ അടിപൊളി വൈബായിരുന്നു. സത്യത്തിൽ പറഞ്ഞു വെച്ചാൽ അടിപൊളി പാട്ടും കേട്ട് നൈറ്റ് പോയാൽ അങ്ങനെ ഞങ്ങൾ കൊഴിഞ്ഞാമ്പാറ എത്തി. ഞാനും രഞ്ജുവും കൂടി ഇങ്ങനെ ഫുൾ ഓഫ് നടത്തങ്ങളായിരുന്നു. പിന്നെ കുഞ്ഞുട്ടനുണ്ടായിരുന്നു. അപ്പോൾ അവനിക്ക് കുറച്ച് സ്നാക്സ്, അവനിക്കെന്നല്ല ആക്ച്വലി ഞങ്ങൾക്കും ചേർത്ത് കുറച്ച് സ്നാക്സ് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോണ സമയത്ത് തന്നെ ആദ്യം വന്നിട്ടുണ്ടായിരുന്നു. കുഞ്ഞുട്ടിനെയും കൂട്ടിയിട്ടായിരുന്നു വന്നത്. അപ്പോൾ ഓൾറെഡി ആ വണ്ടിയിൽ 2 പേരുണ്ട്, ബാലൻസ് 2 പേര്. അപ്പോൾ ഇപ്പോൾ ഒരു സംഭവം ഉണ്ടാകും ഗൈസ്. അതായത് ബാഗ് വീണ സീനാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരുന്നത്. രഞ്ജു ബാഗ് വിട്ടു ഗൈസ്. അതിന് ശേഷം ഞങ്ങളവിടെ ഒരു ATM ഉണ്ടായിരുന്നു. അപ്പോൾ ATMിൽ ആതിരയ്ക്ക് ക്യാഷ് എടുക്കാൻ വേണ്ടി അവൾ പോയി. പിന്നെ ഞങ്ങളവിടെ കഥ പറഞ്ഞ് കുറച്ച് നേരം നിന്നു. പിന്നെ ആതിര വന്നതും പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് പോയി ഗൈസ്. വീട്ടിലോട്ട് പോയ വീട് കുറച്ച് ഇന്നോവേഷൻ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് പോകുന്നത്. അതിന് ശേഷം അങ്ങനെ കുഞ്ഞൂട്ടൻ എന്നെ കണ്ടതും പിന്നെ ആരോടും പോകണില്ല ഗൈസ്. അവൻ അങ്ങനെയാണ്. അതായത് ഞാനോ രഞ്ജു അവിടെ പോയി വെച്ചാൽ പിന്നെ ആതിരനെ വേണ്ട, അത്ര ദിവസം നോക്കി ആതിര വേണ്ട. അങ്ങനെ ആതിര കുഞ്ഞുട്ടിൻ്റെ അടുത്ത് എന്തൊക്കെയോ ചോദിക്കണം. അപ്പോൾ ആതിര പറയണതൊന്നും അവൻ കേൾക്കുന്നില്ല. രേഷ്മേമ്മ മതി, രഞ്ജുമേമ്മ മതി എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഫുഡ് കാര്യങ്ങൾ അവനൊന്നും ആർക്കും കൊടുക്കില്ല. പക്ഷേ ഭയങ്കര സ്നേഹമാണ് ഗൈസ്. ഇങ്ങനെ ഞങ്ങൾ പോയാൽ സ്നാക്സ് എടുത്ത് തരികയാണ്, തിന്നാൻ മേമ വിട്ട് ഫുള്ള് പിന്നാലെ നടക്കാം. ഇതാണ് ഞങ്ങളുടെ ഫാമിലി. അതായത് അതിൻ്റെ അമ്മ, അതായത് എല്ലാ കാര്യങ്ങളും നമ്മളോട് ഷെയർ ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും പറയും. അതിനുശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തിരുന്നിട്ട് എല്ലാവരും കൂടി പായൊക്കെ വെച്ച് നല്ല എന്താ പറയുക വൈബായിരുന്നു. സത്യത്തിൽ പറഞ്ഞാൽ നല്ല കാറ്റ്, എല്ലാവരും കൂടി സംസാരിച്ച് കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറേ നേരം. അതിൻ്റെ ഇടയിൽ കൂടെ ആതിര പോയി. അപ്പോൾ രഞ്ജു ഞാനും കൂടി കടന്ന് കഥ പറയുകയാണ് ഗൈസ്. അപ്പോൾ അവൾ ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കുകയാണ്, ഞാൻ കഴിക്കേണ്ട അവിടെ ഇരിക്കുകയാണ്. അതിനുശേഷം പിന്നെ ഞങ്ങൾ റൂമിൽ വന്ന് പിന്നെ അവിടുത്തെ പകുതി കഥ നിർത്തിയിട്ട് ഇവിടെ വന്ന് പറയും. പിന്നെ രാത്രി നേരത്തെ ഈ ഉറക്കം പറയുന്ന സംഭവം നമുക്കില്ല. ഇന്നത്തെ ദിവസം 2 മണിക്ക് ഞങ്ങൾ ഉറങ്ങിയത്. പിന്നെ കുറച്ച് ഡാൻസ് കാര്യങ്ങളൊക്കെ റീൽസ് എടുക്കാൻ വേണ്ടി അതൊക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയോ അവിടെ കാണിക്കുന്നത്, എനിക്ക് ഏത് സ്റ്റെപ്പും നോക്കിയിട്ട് കിട്ടണില്ല ഗൈസ്. അങ്ങനെ ഡാൻസ് കളിച്ച് ക്ഷീണിച്ചപ്പോൾ കുറച്ച് സ്നാക്സും കൂടി കഴിച്ചു. അതിനുശേഷം ഇവിടെ കിടക്കണ വേണ്ടിയോ വേണ്ടിയിട്ട് ആലോചിക്കുന്ന സമയത്ത് കുഞ്ഞുട്ടൻ നന്നായി ഉറങ്ങി ഗൈസ്. അപ്പോൾ അവൻ ഉറങ്ങട്ടെ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ കത്തി സംസാരിച്ചാലും ആ സെക്കൻഡ് അടിക്കില്ല, അങ്ങനത്തെ അവസ്ഥയായിരുന്നു. പിന്നെ അതിനുശേഷം ഇവിടെ ആതിര ഉറക്കം വന്നിട്ട് നിങ്ങൾ നിൽക്കണ രഞ്ജു കഥ പറയണ്ട, അതൊന്നും കേൾക്കണില്ല. ഞാൻ മാത്രമേ അവൾക്ക് കൂട്ടിനുള്ളൂ. അങ്ങനെ കുറേ നേരങ്ങൾക്ക് ശേഷം 2 പേരും കൂടി ഉറങ്ങി ഗൈസ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.